ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഒരു തീർത്ഥയാത്ര അതിൻ്റെ അവസാന ഭാഗത്തിലേക്ക് കിടക്കുകയാണ്. ഈ 40 ദിവസത്തെ നോമ്പ് കൊണ്ട് എന്തു നേടി എന്നൊന്ന് ചിന്തിച്ചു നോക്കണം. പലപ്പോഴും ഒന്ന് തിരിഞ്ഞ് ചിന്തിച്ചാൽ നിരാശയുടെ അനുഭവങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. നഷ്ടബോധം ചിലപ്പോഴൊക്കെ നമ്മെ വേട്ടയാടിയേക്കാം. കുറ്റബോധം നമ്മെ പിടിച്ചുലച്ചേക്കാം. കാരണം ആഗ്രഹിച്ചതുപോലെ ഒന്നും നടക്കാനായി പലപ്പോഴും സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെ. പല കാരണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ പല കാരണങ്ങൾ കണ്ടുപിടിച്ച് ഇടയ്ക്കൊക്കെ പ്രാർത്ഥന കൃത്യമായി നടത്തുവാൻ സാധിക്കാതെ വന്നിട്ടില്ലേ? ചെറിയ ചെറിയ വീഴ്ചകൾ വന്നിട്ടില്ലേ? വിശുദ്ധ വേദപുസ്തകം വായിക്കുവാനോ പഠിക്കുവാനോ മടി കാണിച്ചിട്ടില്ലേ? എത്ര ആഗ്രഹിച്ചിട്ടും എത്രയൊക്കെ നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടും ദേഷ്യം എന്നിൽ നിന്ന് വിട്ടുപോകാതിരിക്കുന്നില്ലേ? ഈ ചെറിയ നാവിനെ ഒന്ന് അടക്കി നിർത്താൻ പലപ്പോഴും സാധിക്കാതെ വന്നിട്ടില്ലേ? എത്രമാത്രം ആഗ്രഹത്തോടെ ശക്തിയോടെ നോമ്പിൻ്റെ അനുഭവത്തിൽ മുന്നേറാൻ നോക്കിയോ അപ്പോഴൊക്കെ പിറകോട്ട് വലിക്കുന്ന ചില അനുഭവങ്ങൾ. ഒരു തരത്തിൽ പറഞ്ഞ ഭക്ഷണ നോമ്പ് അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. അപ്പോഴൊക്കെ ഇനി ഞാനില്ല, എന്നെ കൊണ്ടിത് പറ്റില്ല, ഇനിയും തുടർന്നു പോകാൻ സാധിക്കുകയില്ല എന്നൊക്കെ നമുക്ക് തോന്നിപ്പോയിട്ടില്ലേ? ഇതൊന്നും വേണ്ട എന്ന് വെച്ചിട്ടല്ല, മനസ്സിൽ ചില എക്സ്ക്യൂസസ് തോന്നുകയാണ്. അല്പം കഴിഞ്ഞാകാം, ഇന്ന് ക്ഷീണമല്ലേ, വീണ്ടും നാളെ നോക്കാം, നമ്മുടെ മുമ്പിൽ ഇനി ദിവസങ്ങളുണ്ടല്ലോ എന്നൊക്കെയുള്ള ഓരോ ചിന്തകൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുതരുന്നത് പൈശാചികനാണെന്ന് മനസ്സിലാക്കണം. അവനൊന്നും വേണ്ട എന്ന് പറയൂല. അല്പം കഴിയട്ടെ, സാവധാനം മതി, നിന്റെ ക്ഷീണമല്ലേ, ഇതൊക്കെ നമ്മെ ഓർമ്മിപ്പിച്ച് മുൻപോട്ട് പോകുമ്പോൾ വീണ്ടും വീണ്ടും നിന്നെ കുത്തി വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. പ്രിയമുള്ളവരെ, ആ പൈശാചികനെ ഒന്ന് നിയന്ത്രിക്കാൻ, അടക്കി നിർത്താൻ, എൻ്റെ ജീവിതത്തിൽ നിന്ന് അവനെ ഓടിച്ചു വിടണമെങ്കിൽ തീർച്ചയായും നിനക്ക് വചനത്തിൻ്റെ ശക്തി അല്ലെങ്കിൽ വചനത്തിൻ്റെ തിരിച്ചറിവ് ആവശ്യമാണ്. ഈ 40 ദിവസങ്ങൾ നമ്മുടെ മുമ്പിൽ നിന്ന് കടന്നു പോകുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിലെ ഒരു 3 നോമ്പ് കാലങ്ങൾ അല്ലെങ്കിൽ 3 പേരുടെ നോമ്പ് നമ്മുടെ സാധാരണ ഈ ചിന്തയിലൊക്കെ കടന്നു വരുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം 28 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ മോശയുടെ നോമ്പിനെ കുറിച്ച് വിവരിക്കുമ്പോൾ യഹോവയോടൊപ്പം സീനായി മലയുടെ മുകളിലായിരുന്ന 40 ദിവസങ്ങൾ അവൻ ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും ആയിരുന്നു, ദൈവത്തോടു കൂടി ആയിരുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ 40 ദിവസത്തെ ഉപവാസത്തിന്റെ അനന്തരഫലം ഇസ്രായേൽ മക്കൾക്ക് അവരുടെ നീതിന്യായ വ്യവസ്ഥയുടെ അടിസ്ഥാനമായ കൽപ്പനകൾ അടങ്ങിയ കൽപ്പലകകൾ ലഭിച്ചു എന്നുള്ളതാണ്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഇസബേൽ രാജ്ഞിയെ ഭയന്ന് ദൈവത്തിന്റെ പർവ്വതമായ ഹോറേബോളം 40 ദിവസം കൊണ്ട് നടന്നെത്തിയ ഏലിയാ പ്രവാചകനെ കാണുന്നുണ്ട്. ഹോറേ പർവ്വതത്തിന്റെ ഗുഹയിലായിരിക്കുമ്പോൾ യഹോവയുടെ ശബ്ദം അവന് കേൾക്കുകയാണ്. പേര് ചൊല്ലി വിളിച്ചിട്ട് നീ ഇവിടെ എന്തെടുക്കുകയാവുന്നു എന്നാ ചോദ്യം. അതിന് മറുപടി പറഞ്ഞു കഴിയുമ്പോൾ വീണ്ടും യഹോവയുടെ കൽപ്പന അരാമിനും ഇസ്രായേലിനും രാജാക്കന്മാരെ വാഴിക്കുവാനുള്ള ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണ്. അതേപോലെ തന്നെ തനിക്ക് പിൻഗാമിയായി വരേണ്ടുന്ന ഏലീശായെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യുവാനുമുള്ള നിയോഗം ഏൽപ്പിക്കപ്പെടുകയാണ്. എന്നാൽ വിശുദ്ധ മത്തായി ശ്ലീഹാ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ യേശു തമ്പുരാന്റെ നോമ്പ് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് ആരംഭിക്കുന്നത് തന്നെ പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാനായി യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ യേശു തമ്പുരാൻ പരീക്ഷിക്കപ്പെടുക എന്നുള്ളത് വ്യക്തമായ ഉദ്ദേശവും പദ്ധതിയുമായിരുന്നു. ഇവിടെ 40 ദിവസം ഉപവസിച്ചു കഴിയുമ്പോൾ അവൻ്റെ അടുത്തേക്ക് കടന്നു വരുന്ന പൈശാചികൻ
തിരുവചനങ്ങൾ വളച്ചൊടിച്ചുകൊണ്ട് അവനെ പരീക്ഷിക്കുവാനായി ശ്രമിക്കുമ്പോൾ യേശു തമ്പുരാൻ വളരെ കൃത്യമായ മറുപടികളോടുകൂടി അവനെ പരാജയപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഈ ചിന്തകൾ ആരംഭിച്ചപ്പോൾ ആദ്യ ഭാഗത്ത് നാം ചിന്തിച്ചത്, ധ്യാനിച്ചത് നമുക്ക് നേരിടുന്ന പരീക്ഷണങ്ങളെ കുറിച്ചാണ്. ആ പരീക്ഷണങ്ങളിൽ അവനെ എതിർത്തു നിൽക്കുവാനുള്ള ശക്തി ലഭിക്കേണ്ടുന്നത് തിരുവചനത്തിൽ നിന്നാണ്. അതുകൊണ്ട് തിരുവചനം ധ്യാനിച്ചും പഠിച്ചും മുൻപോട്ട് പോകുവാൻ, അത് കൃത്യമായി ഉപയോഗിക്കുവാൻ, പരിശുദ്ധാത്മാവിന് നിറവുണ്ടാകുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. ഇനിയുള്ള ദിവസങ്ങൾ ഈ കഴിഞ്ഞ കാലത്തെ നഷ്ടബോധങ്ങളിൽ നിന്നും അല്ലെങ്കിൽ കുറ്റബോധങ്ങളിൽ നിന്നൊക്കെ മാറി വളരെ തീഷ്ണതയോടെ നമ്മുടെ കർത്താവിനോടൊപ്പം ആ കാൽവരിയിലെ കുരിശിൻ ചുവട്ടിലേക്ക് നടക്കുവാൻ, വേണ്ടി വന്നാൽ അവൻ്റെ കുരിശ് നമ്മുടെ തോളത്തൊന്ന് വഹിക്കുവാൻ, അവൻ്റെ ക്രൂശിൽ നിന്ന് ഒഴുകി വീഴുന്ന തിരുരക്തത്താൽ ശുദ്ധരാകുവാൻ തക്കവണ്ണം നമ്മെ തന്നെ ഒരുക്കുന്നതിനാണ്. അങ്ങനെ ശുദ്ധീകരിക്കപ്പെട്ട വിശുദ്ധരായി അവനോടൊപ്പം ഉയർത്തെഴുന്നേൽക്കുവാൻ നമുക്ക് സാധിക്കണം. അതിന് തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധ നമ്മെ എല്ലാവരെയും സംഗതിയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.